തനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ താൻ മാർക്കോയെ വിളിക്കും, അവനത് പരിഹരിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ആക്ടിംഗ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിച്ചതിന് തൊട്ടുമുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത്. 1970കളിൽ ഈ സ്ഥാനങ്ങൾ വഹിച്ച ഹെൻറി കിസിംഗറിന് ശേഷം ഈ രണ്ട് സ്ഥാനങ്ങളും ഒരേ സമയത്ത് ഏറ്റെടുക്കുന്ന ആദ്യ US നയതന്ത്രജ്ഞനാണ് റൂബിയോ. ക്യൂബയിൽ നിന്ന് നിയമവിരുദ്ധമായി US കുടിയേറിയവരുടെ മകനായി ജനിച്ച റൂബിയോയുടെ വളർച്ച ഏറെ ശ്രദ്ധേയമായിരുന്നു. ഫ്ലോറിഡയിൽ 3 തവണ സെനറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട റൂബിയോ 2016 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനും രംഗത്തുണ്ടായിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയ മത്സരത്തിൽ ട്രംപിനോട് പരാജയപ്പെട്ടു. അന്ന് ട്രംപും റൂബിയോയും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. ട്രംപ് റൂബിയോയെ ലിറ്റിൽ മാർക്കോ എന്ന് വിളിക്കുന്ന സാഹചര്യം വരെ എത്തി കാര്യങ്ങൾ. ട്രംപിനെ ശക്തമായി വിമർശിച്ചിരുന്ന റൂബിയോ എങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ രണ്ടാമനായി മാറി എന്ന കാര്യം പലരെയും അമ്പരപ്പിക്കുന്നതാണ്. യാഥാസ്ഥിതിക ആശയങ്ങളിൽ വിശ്വസിച്ച റിപ്പബ്ലിക്കൻ നേതാവായിരുന്ന റൂബിയോ ട്രംപിനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ട്രംപിന് മതിയായ അനുഭവ പരിചയമില്ലെന്നും അദ്ദേഹത്തിന് ബിസിനസ് ധാർമ്മികതയില്ലെന്നും അന്ന് റൂബിയോ കുറ്റപ്പെടുത്തിയിരുന്നു. ട്രംപിനെ ഒരു തട്ടിപ്പുകാരൻ എന്ന് വരെ റൂബിയോ വിളിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പോപ്പുലിസ്റ്റ് രാഷ്ട്രീയവും റൂബിയോയുടെ യാഥാസ്ഥിതിക ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ഇതിന് കാരണം. എന്നാൽ 2016 ട്രംപിനോട് തോറ്റ ശേഷം റൂബിയോ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഹിലരി ക്ലിന്റനെതിരെ ട്രംപിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ട്രംപ് വിജയിച്ചപ്പോൾ റൂബിയോ അദ്ദേഹത്തിന്റെ വിശ്വസ്ത ഉപദേഷ്ടാവായി മാറുകയും ചെയ്തു. ചൈനയുമായും ദേശീയ സുരക്ഷയുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റൂബിയോ സുപ്രധാന ഉപദേശങ്ങൾ നൽകി. 2024 ട്രംപ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ റൂബിയോയെ വൈസ് പ്രസിഡന്റ് ആക്കിയില്ല. പകരം റൂബിയോയെ പോലെ തന്നെ മുമ്പ് ട്രംപിനെ വിമർശിച്ചിരുന്ന JD വാൻസിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എങ്കിലും റൂബിയോ ട്രംപിന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായി. ഒടുവിൽ ട്രംപ് വിജയിച്ചപ്പോൾ റൂബിയോയെ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. റൂബിയോ ഒരു പ്രശ്നപരിഹാര വിദഗ്ധനും US താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ആളാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റിന്റെ പ്രധാന ഉപദേഷ്ടാവാണ്. വിദേശ നയം രൂപീകരിക്കുന്നതിൽ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് റൂബിയോയെ നിയമിച്ചത് അദ്ദേഹത്തിലുള്ള ട്രംപിന്റെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. യമനിലെ സൈനിക ആക്രമണ പദ്ധതികൾ ചോർന്നതിനെ തുടർന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന മൈക്ക് വാൾസിനെ തരം താഴ്ത്തി UN അംബാസഡറായി നിയമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്ടിംഗ് അഡ്വൈസറായി റൂബിയോയെ നിയമിച്ചിരിക്കുന്നത്. US ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഉപദേശകന്റെ ജോലി ചെയ്യുന്നത് തന്നെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ USന്റെ പ്രധാന നയതന്ത്രജ്ഞൻ എന്ന നിലയിലും പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിലുമുള്ള രണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ റൂബിയോക്ക് നൽകുന്നത് ട്രംപിന് അദ്ദേഹത്തിലുള്ള മതിപ്പാണ് തുറന്നു കാണിക്കുന്നത്. USൽ ട്രംപിന്റെ വിശ്വാസം നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മുമ്പ് ട്രംപിന് 4 നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാർ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന റെക്സ് ടില്ലേഴ്സിനെ നിയമിച്ച് 18 മാസങ്ങൾക്കുള്ളിൽ ട്രംപ് ട്വിറ്ററിലൂടെ പോസ്റ്റ് ചെയ്ത് പുറത്താക്കിയിരുന്നു. റൂബിയോ കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ അഭിപ്രായം. സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ് ആദ്യ 3 മാസങ്ങൾക്കുള്ളിൽ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരെയും റൂബിയോ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. US-ഇന്ത്യ ബന്ധത്തിന്റെ കാര്യത്തിലും റൂബിയോയുടെ നിലപാട് ഏറെ നിർണായകമാണ്. 21ാം നൂറ്റാണ്ടിലെ നിർണായക ബന്ധം എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തെ റൂബിയോ വിശേഷിപ്പിച്ചത്. ചുമതലയേറ്റ ശേഷം റൂബിയോ ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ റൂബിയോ ഇടപെട്ടിരുന്നു. അദ്ദേഹം വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും സംസാരിച്ചു. സംയമനം പാലിക്കാനും സമാധാനപരമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കാനും റൂബിയോ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് റൂബിയോ ഇടപെട്ടത്.